ഹായ് എവരി വൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് പ്രൈസ് ആക്ഷൻ ചാനലിൽ ചെയ്യാൻ പോകുന്ന ചാർട്ട് ഏതാ? EPL ലിമിറ്റഡിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുമെന്നുള്ള കാര്യം തൊട്ടടുത്ത് തന്നെ ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്കകത്ത് സബ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടില്ല. കാര്യം രണ്ടിനകത്തും ചില സമയത്ത് ഒരെണ്ണത്തിൽ ചിലപ്പോൾ ഇടും, മറ്റേനകത്ത് ചിലപ്പോൾ ഇടത്തില്ല. പക്ഷേ ഇത് രണ്ടിലുള്ളവർക്ക് ഒന്നുകൂടി ഈസിയാണ് കാര്യം. പക്ഷേ ഒരു കാര്യം വീണ്ടും പറഞ്ഞു, ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് ഒരിക്കലും വിചാരിക്കല്ല നമ്മൾ കോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരിക്കലും കോഴ്സ് അല്ല, പ്യുവർലി ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ മാത്രം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കെല്ലാവരും ഗ്രൂപ്പ് സ്റ്റഡി പോലെ, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച പോലെ നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാമെന്നുള്ളൊരു ഐഡിയ ആണിത്. ഒരിക്കലും പെയ്ഡായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചാനലിൽ ഇനിയും വന്നിട്ടുമില്ല, ഇനിയോട്ട് വരാനും പോകുന്നില്ല. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം EPL ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാർട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാ ഒരു 99 മുതലുള്ളൊരു ചാർട്ടാണ് ഏകദേശം. അതെ, 99 റേഞ്ച് മുതലുള്ളൊരു ചാർട്ടാണ്. അപ്പം കുറേ നാൾ നിങ്ങൾക്കറിയാം ഇതൊരു ഹൊറിസോണ്ടൽ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അപ്പം ഇത് ഏരിയ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം, വെറുതെ കൺഫ്യൂഷൻ ആകണ്ട. അപ്പം കുറേ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ താന്നു കയറി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സപ്പോർട്ടുകൾ തമ്മിലൊന്ന് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം അപ്പ് ഡൗൺ. ഇതിനകത്തൊക്കെ പല എൻട്രി പോയിന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ പരിഗണിക്കാം. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡൗൺ വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ലോവർ ഹൈ മുറിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ റെസിസ്റ്റൻസ് വരെ നമുക്കത് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിത് കാണുമ്പോൾ അറിയാം ഈ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഡൗൺ ട്രെൻഡ് പോയി അങ്ങോട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ലോജിക്കലൊരു എൻട്രി മാത്രമാണത്, അല്ലാതെ ഇന്നൊരു മെതേഡൊന്നും ഇല്ല. നമ്മൾ പ്യൂർലി ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ. ഇവിടെ ഒരു എൻട്രി നിങ്ങൾക്കറിയാം, ഈ ഒരു ഏരിയ ഫുള്ള് ഡൗൺ ട്രെൻഡായി കിടക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഈ ലോവർ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് തൊട്ടടുത്ത് റെസിസ്റ്റൻസ് വരെ വെക്കാമെന്നാണല്ലോ നമ്മൾ പറയാറുള്ളൂ. തൊട്ടടുത്ത റെസിസ്റ്റൻസ് എവിടെ? അതുകൊണ്ട് ഈ കാണുന്ന പോയിന്റ്. അപ്പം ഇവിടെ ഒരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എത്ര വരെ നമുക്കത് ഹോൾഡ് ചെയ്യാമായിരുന്നു? ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്താൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ എടുത്താൽ പോലും ഒരു 50% മുകളിൽ അത് കിട്ടിയേനെ. അതൊക്കെ ചെറിയ പ്രൈസിൽ നമുക്കത് കിട്ടിയത് ഏറ്റവും താഴ്ന്ന ലെവലിൽ തന്നെ വാങ്ങിക്കാം. പക്ഷേ അവിടെ പിന്നെയും വെയിറ്റ് ചെയ്ത് ഇവിടെ വരെ പോകാൻ നോക്കുന്നത് തെറ്റല്ല. പക്ഷേ ഇവിടെ റിവേഴ്സിൽ വന്നുകൊണ്ട് ആ റെസിസ്റ്റൻസ് അടിച്ചപ്പോഴത്തേക്ക് എപ്പോഴത്തേക്കും റിവേഴ്സിൽ വന്ന് താഴോട്ട് പോയി ഒരു 40%ഓളം പോയി. അതാണ് പറഞ്ഞത്, എപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം കയറുക എന്നുള്ളതിൻ്റെ ലോജിക്ക്. അപ്പോൾ അതെല്ലാം പോട്ടെ, എല്ലാം വിട്ടേക്കുക. പിന്നെ ഇവിടെ പലവട്ടം റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി പരിഗണിക്കാമായിരുന്നല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, എപ്പോഴും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക എന്ന്. കാര്യം നമ്മളെപ്പോഴും സ്ക്രീനർ നോക്കി, അല്ലെങ്കിൽ ഇന്നൊരു ചാനലിൽ വന്നു ആ സജഷൻ വന്നാൽ മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതാ ഇന്ന ബ്രോക്കറിനകത്ത് ഇന്ന അനാലിസിസ് വന്നു, അങ്ങനെയൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അവരുടെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പം ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കണ്ണും പൂട്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വ്യൂ കിട്ടിയാൽ മാത്രം കൃത്യം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കയറുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, പിന്നെ ഇവിടെ ആദ്യം ഒരു സപ്പോർട്ട് വരച്ചു, നമ്മൾ റെസിസ്റ്റൻസ് പിന്നെ മാർക്ക് ചെയ്തു. കണ്ടോ, ക്വയറ്റ് സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു. മറ്റേ ലിറ്റിൽ ഹാർട്ട്സ് സിനിമയെ പറയുന്ന പോലെ സിമ്പിൾ CB അല്ല, സിമ്പിളായിട്ട് ചെയ്യുമെന്ന് പറയുന്ന പോലെ. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ടൊക്കെ ഒന്ന് വരയ്ക്കുക. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ നിന്നൊരു ബ്രേക്ക് നടന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, താഴെ വന്നു. അപ്പോൾ നമുക്ക് പലയിടത്തായിട്ട് പല എൻട്രികളൊക്കെ കണ്ടെത്താൻ പറ്റും. പിന്നെ അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയും വീഡിയോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഒരു എൻട്രി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വ്യൂ, ഞാനൊരു എൻട്രി എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ചാനലിനകത്ത് സബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ അത് നിങ്ങളുടെ വ്യൂ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഈ ചാനലുകൊണ്ട് വലിയ ഗുണം ഇല്ല. എനിക്ക് പറഞ്ഞു തരാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ നല്ലൊരു ഡൗൺ ട്രെൻഡിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലോവർ ഹൈ, അല്ലെങ്കിൽ വലിയൊരു ലോവർ ഹൈ, ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, റീടെസ്റ്റ് വന്നു. പിന്നെ ഇത് മുകളിലോട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിം എത്തുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ അതിനൊക്കെ ചാനൽ പാറ്റേണൊക്കെ വേറെ ആഡ് ചെയ്യാം. പക്ഷേ അതിലിപ്പം കറണ്ട്ലി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവരെന്ത് ചെയ്യണം? നമ്മുടെ ബേസിക്സ് ഓഫ് ട്രേഡിങ് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ, ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എൻട്രി വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഈ തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. തൊട്ടടുത്തല്ല, പിന്നെ ഇടയ്ക്ക് ചെറിയ റെസിസ്റ്റൻസുകൾ കാണും. അതെവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ചെറിയ റെസിസ്റ്റൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. അത് കണ്ടോ,
ഈ ഒരു ഏരിയയിലൊക്കെ റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോഴൊരു ബ്രേക്ക് ഔട്ട് നടന്നു, ഇവിടെയും കൂടെ ബ്രേക്ക് ഔട്ട് നടന്നാൽ നമുക്കൊരു എൻട്രി വേണമെങ്കിൽ കൺഫേം ചെയ്യാം. പക്ഷേ താഴെ നിന്ന് എൻട്രി എടുക്കുന്നവരുണ്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നെ. അങ്ങനെ എൻട്രി എടുത്താലുള്ള ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ലോയിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഈ താഴെ വെക്കാവുന്ന രീതിയിൽ കിട്ടും. പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നാളിങ്ങനെ പെട്ട് കിടക്കേണ്ടി വരും. ഇവിടെ വരെയൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ട് കിടന്ന് താഴോട്ട് വന്നാൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ പറയുമല്ലോ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ ട്രേഡ് ചെയ്യാവുന്നു, അല്ലാതെ ഗ്യാമ്പിളിംഗ് ആയിട്ട് മാറും. ഫസ്റ്റ് കേസ് ഇങ്ങനെ നിന്നിട്ട് ബ്രേക്കായി പോവാം. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് ഈ തൊട്ട് താഴെ ഒരു എൻട്രി പോയിന്റ് നമുക്ക് കിട്ടും. പിന്നെ അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്ക് അവിടെ വരെ നമുക്കത് ഹോൾഡ് ചെയ്താൽ മതി. കാര്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ തെറ്റി, അല്ലെങ്കിൽ നമ്മുടെ വ്യൂ അല്ല വർക്കായതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തടി വരിക എന്നൊക്കെ പറയുന്ന പോലെ തടി വരിക. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, താഴേന്ന് വാങ്ങിച്ചവരൊന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ എപ്പോഴും ജസ്റ്റ് അലർട്ടാണ് സിറ്റുവേഷൻ നടി കാണുന്നവനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം, ഇതൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രം ഒന്ന് അലേർട്ടാകുക. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഈ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെ താഴെ തട്ടി കളിച്ച് പതുക്കെ ഇങ്ങനെ നിന്ന് ചിലപ്പോൾ അത് ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്ക് ആകാനുള്ള നല്ല ചാൻസ് കാണുന്നു. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഇത് ബ്രേക്കായി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. കമ്മത്തങ്ങമ്മത്തി പറയുന്നില്ല, ആരും പൊക്കി പറഞ്ഞില്ല, ഞാൻ തന്നെ എന്നെ പൊക്കി പറയും ചുമ്മാ. അപ്പോൾ നിങ്ങൾ ബാക്കി ടോപ്പിക്കിലോട്ട് വരാൻ നേരത്ത് നിങ്ങൾക്കപ്പോൾ ഈ ഒരു ചാർട്ട് ഞാനിങ്ങനെ വെച്ച് തരാം 2 സെക്കൻഡത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ചാർട്ട് മൊത്തം ബ്രേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇവിടെ നിന്നൊക്കെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നാൽ പോലും ഇച്ചിരി വെയിറ്റ് ചെയ്ത് എൻട്രി എടുത്തവർക്ക് അത് ആലോചിച്ച് നോക്കി. 53 സംതിങ് ആണ് തോന്നുന്നു, 50 രൂപ 58 രൂപയിൽ നിന്ന് നോക്കിയേ, വെറും പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം എത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കാമായിരുന്നു കണ്ടോ. ഒരു ആപേക്ഷികമായിട്ട് നമുക്കൊരു 500 പോട്ടെ, 100% കിട്ടിയാൽ അത്രേ ആയില്ലേ. ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ മടിയുള്ളവരുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല, വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്ന് ബ്രേക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു കൺഫേം എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എൻട്രി എടുക്കാവും. അല്ലാതെ ഏതോ ഒരുത്തൻ എവിടെ നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കുക. ചായ കുടിക്കുക, മട്ട് കളയുക. അപ്പം കണ്ട പെയ്ഡ് ഗ്രൂപ്പിലും എല്ലായിടത്തും കയറിയിട്ട് ഒരു ലോജിക്കില്ലാത്ത എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തുമാത്രം എൻട്രി എടുക്കാമായിരുന്നു. അപ്പോൾ ഈ വരച്ച് വെച്ചേക്കുന്ന സാധനമൊക്കെ വലിയ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒരു ട്രേഡിംഗ് വ്യൂ എടുക്കുക, വരയ്ക്കുക. അതിൻ്റെ അടുത്ത് സംശയം പേഴ്സണലി ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം വീണ്ടും ഈ ഒരു 5 മിനിറ്റ് തീർക്കാമെന്ന് വെച്ചാൽ എന്നാലും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞ് പുതിയ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവங்க വലിയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു എൻട്രി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ മാത്രമല്ല, ഒരുപാട് എൻട്രികൾ നിങ്ങൾ കണ്ടുപിടിക്കുക, നന്നായിട്ട് പഠിക്കുക, വീണ്ടും നിങ്ങളുടെ അറിവ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക നിർത്താതെ. എല്ലാവരും ധൈര്യത്തോടു കൂടി നിങ്ങളുടെ വ്യൂവിനൊപ്പം തന്നെ മാത്രം നിൽക്കുക, മറ്റാരും പറയുന്നത് കേൾക്കാതിരിക്കുക. അപ്പം എല്ലാവർക്കും ഏണിങ്സ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.